നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം അറിയണം അല്ലെ. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഈ വ്യത്യാസം അറിയണം. സിമ്പിൾ ഇൻട്രസ്റ്റിന് നമ്മളൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിരുന്നു, PNR/100 എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്, അതുപോലെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P × 1 + R/100. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് A = P × 1 + R/100⁻n. ഇതിൽ P ഒക്കെ എന്താണ്? P എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ പ്രിൻസിപ്പൽ ആണ്. R എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടി അറ്റ് ദ എൻഡ് നമ്മൾ എത്ര വർഷമാണോ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിന്റെ എൻഡ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എമൗണ്ട്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ എ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും എല്ലാം കൂട്ടി എത്ര വർഷമാണോ നിക്ഷേപിച്ച് ആ വർഷത്തിന്റെ അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ അവസാനം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പളായ പിയും കൂടെ ചെയ്യണം. എന്നാലാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI. നേരത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എന്താ പഠിച്ച SI. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഈ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പളും കൂടെ ചെയ്താലാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ പരീക്ഷ ഹാളിൽ ചെന്നപ്പോൾ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്കിത് അറിയില്ല ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇക്വേഷൻ റേസ് ടു n എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല കാണുമ്പോൾ തന്നെ പേടിക്കുന്നു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരു ചോദ്യവും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സിമ്പിളായിട്ട് ഈ ഫോർമുല മറന്നുപോയാലും ഒക്കെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ വരുന്ന ക്വസ്റ്റ്യൻസിലും പഠിക്കും. അതായത് ഈ ഫോർമുലയും വെച്ച് ചെയ്യാം, അല്ലാതെയും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനുകളിൽ പഠിക്കാം. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? അതായത് നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഒരു 1000 രൂപ നിക്ഷേപിക്കുകയാണ്. 1000 രൂപ നമ്മൾ നിക്ഷേപിച്ചു. അത് ഒരു വർഷം കഴിയുമ്പോൾ അത് നമ്മൾ വാർഷിക നിരക്കിൽ, അതായത് ഇയർലി ഇൻട്രസ്റ്റ് ബേസിസിലാണ് നമ്മൾ നിക്ഷേപിച്ചത്, വാർഷിക നിരക്കിൽ. ഓക്കെ, അപ്പോൾ വാർഷിക നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ 1000 രൂപയ്ക്ക് ഇപ്പോൾ 10% ഇൻട്രസ്റ്റ് എങ്കിൽ 100 രൂപ ഉൾപ്പെടെ 1100 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ രണ്ടാമത്തെ വർഷം നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ 1100 രൂപയും നമ്മുടെ പ്രിൻസിപ്പൾ ആവാണ്. 1100 രൂപയും നമ്മുടെ പ്രിൻസിപ്പൾ എമൗണ്ടായി. 1100 രൂപയും പ്രിൻസിപ്പൾ എമൗണ്ടായി. 1100 രൂപയും പ്രിൻസിപ്പൾ എമൗണ്ടായി. അപ്പോൾ ഈ 1100ന്റെ 10% നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം അതുപോലെ കറസ്പോണ്ട്ലി മൂന്നാമത്തെ വർഷം അതിന്റെ പലിശയുടെ പലിശ അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ എന്ന് പറയുന്നത് ഓരോ വർഷവും നമുക്ക് കിട്ടുന്നത്, വാർഷിക നിരക്കിലാണെങ്കിൽ ഓരോ വർഷവും, അല്ലെങ്കിൽ അർദ്ധവാർഷിക നിരക്ക്, അതായത് മന്ത്ലി ബേസിസ് ആവാം, ഹാഫ് ഇയർലി ബേസിസ് ആവാം, ഇയർലി ബേസിസ് ആവാം, അർദ്ധവാർഷിക നിരക്കിലാവാം, വാർഷിക നിരക്കിലാവാം. എങ്ങനെയാണെങ്കിലും ആ പലിശ നമുക്കതിൽ കൂടി കിട്ടും. അപ്പോൾ ആ പലിശയുടെ പലിശ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഈ കൂട്ടുപലിശ കൂടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഇപ്പം 3 വർഷത്തേക്കാണെങ്കിൽ 3 വർഷത്തിന്റെ അവസാനം കിട്ടുന്ന എമൗണ്ടിന്റെ ഫോർമുലയാണ് P × 1 + R/100⁻n. അഥവാ അപ്പോൾ അതിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിക്കാനാണെങ്കിലോ ഈ എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പൾ, അതായത് നമ്മുടെ മുടക്ക് മുതൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കിട്ടും. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം.
50,000 രൂപ 8% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? നമുക്ക് ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി. 2 വർഷത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി. അപ്പോൾ ഫോർമുല അനുസരിച്ചാണെങ്കിൽ 2 വർഷത്തേക്കുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്നും നമ്മുടെ പ്രിൻസിപ്പൽ അഥവാ മുടക്ക് മുതലായ 50,000 രൂപ കിഴിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഞാൻ ജസ്റ്റ് ആ ഫോർമുല വെച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഇവിടെ ഒന്ന് എഴുതിയിടാം. എന്നിട്ട് നമ്മൾ അല്ലാതെ പഠിക്കുന്ന വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻറ്റു 1 പ്ലസ് 6 എത്രയാണ്? 8. 8/100 ഹോൾ റേസ് ടു എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യുന്നു? CI എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇതിനൊരു എക്സ് എന്ന് പേരിടാം. അപ്പോൾ ഈ എക്സ് മൈനസ് അഥവാ എമൗണ്ട് എക്സ് എന്ന് പേരിടേണ്ട, ഇത് ഓൾറെഡി എമൗണ്ട് ആണല്ലോ. എമൗണ്ട് മൈനസ് ഇതെന്ന് പറയുന്ന എമൗണ്ട് ആണല്ലോ. എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പളായ 50,000. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ഇതിൽ സ്ക്വയർ എടുക്കണം, ഈ ഫോർമുല ഓർത്തിരിക്കണം. ഇതൊന്നും നടക്കാത്ത കേസിലാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? അപ്പോൾ ആ 50,000 രൂപ നമ്മൾ നിക്ഷേപിച്ചു. അപ്പോൾ 50,000 രൂപയുടെ 8% നമുക്ക് കാണേണ്ടത്. അപ്പോൾ 50,000 ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷമാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓരോ വർഷവും അതിൻ്റെ പലിശ ക്രെഡിറ്റ് ആവുന്നു. പിന്നെ ആ പലിശയും കൂടെ ചേർത്തുള്ള എമൗണ്ട് ആണ് നമ്മുടെ പ്രിൻസിപ്പൾ ആവുന്നത്, അല്ലേ? പലിശയുടെ പലിശ. അപ്പോൾ ഫസ്റ്റ് ഇയർ 50,000 നമ്മൾ നിക്ഷേപിച്ചു. 50,000-ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 50,000 ഇൻറ്റു 8/100. അപ്പോൾ 500 ഇൻറ്റു 8, 8×5 40, 4,000. 4,000 രൂപ നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പിൾ എന്താവുന്നു? സെക്കൻഡ് ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന മുടക്ക് മുതൽ ഈ 50,000 പ്ലസ് ഈ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടിയ 4,000 രൂപ പലിശ, അതായത് 50,000 പ്ലസ് 4,000. അപ്പോൾ 54,000 രൂപയാണ് നമ്മുടെ രണ്ടാമത്തെ വർഷം നമ്മുടെ പ്രിൻസിപ്പിൾ. 54,000 ഇൻറ്റു 8/100. അപ്പോൾ 540 ഇൻറ്റു 8 എന്നായി. 8×4 32, 8×5 40, 43. 4,320 രൂപ കിട്ടി. അതാണ് നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ. അപ്പോൾ മൊത്തം 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. അപ്പോൾ മൊത്തം 2 വർഷം എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലെയും ഇത് സെക്കൻഡ് ഇയറിലെയും. അപ്പോൾ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4,000 പ്ലസ് 4,320, 4,000 പ്ലസ് 4,320, അതായത് 8,320. ഓപ്ഷൻ സി. നമ്മൾ ഈ ഫോർമുല വെച്ച് ഇതിനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 50,000 ഇൻറ്റു 1 പ്ലസ് 8/100 ഹോൾ റേസ് ടു 2. ഇതാണല്ലോ നമ്മുടെ എമൗണ്ട് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50,000 ഇൻറ്റു 100 പ്ലസ് 8, അതായത് 108/100 ഹോൾ റേസ് ടു 2, അതായത് 50,000 ഇൻറ്റു 108/100 ഇൻറ്റു 108/100. നൂറ്റെട്ട് ഇൻറ്റു 5 ഇൻറ്റു 108, അതായത് 8,320. അപ്പോൾ ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഈ ഉത്തരം കിട്ടുന്നത്. അങ്ങനെ ചെയ്യാതെ ഫോർമുല മറന്നുപോയവർക്കും അല്ലെങ്കിൽ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടവർക്കും ഇത് വളരെ എളുപ്പമായിട്ട് എങ്ങനെ ചെയ്യാം? ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടുപിടിക്കുക. അതായത് 50,000-ന് 8% എന്ന് പറഞ്ഞാൽ 8/100, അതായത് 4,000.
ആ 50,000-ന്റെ കൂടെ ഈ 4,000 കൂടെ പലിശ ചേരുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ഇയറിലെ പ്രിൻസിപ്പൾ ആവുന്നത്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷം നമ്മുടെ മുടക്ക് മുതൽ അഥവാ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 54,000 ആവുന്നു. ആ 54,000-ന്റെ 8% എന്ന് പറയുന്നത് 4,320 ആണ്. അങ്ങനെ ഒന്നാമത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും പലിശ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? 8,320 രൂപ കിട്ടുന്നു. അതായത് ഓപ്ഷൻ സി 8,320 ആണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെയും ചെയ്യാം? നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. A is equal to 50,000 into 1 plus 8/100 whole raised to 2 എന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 50,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇവിടെ കണ്ടുപിടിച്ചു 8,320. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എളുപ്പ വഴി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന്റെ ഉത്തരം 8,320 ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളിവിടെ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയിട്ടപ്പം നമ്മൾ കണ്ടു 50,000 ഇൻറ്റു 1 + 8/100 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ സ്ക്വയർ ഒക്കെ ഉണ്ട്, കുറേ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, കുറച്ചധികം ചെയ്യാനുണ്ട്. അതിനുശേഷം എ കിട്ടിയതിന് ശേഷം അതിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ഫോർമുല ഇട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എളുപ്പ വഴി പറഞ്ഞത് ഫോർമുല മറന്നു പോവുകയോ അല്ലെങ്കിൽ ഇത്രയും ചെയ്യാൻ ഭയങ്കര അധികം കാൽക്കുലേഷൻ ഉണ്ട്, അത് ചെയ്യാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അല്ലാത്തവർക്ക് ഈ ഫോർമുലയിൽ ഇത് ഈ വാല്യൂസ് എല്ലാം ഇട്ട് ഫുള്ള് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. അടുത്ത ചോദ്യം, 40,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക. നേരത്തെ നമ്മൾ കണ്ടത് 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന പലിശയാണ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക, അതായത് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പിൾ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടാൻ. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് തന്നെയാണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾ ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു 2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ എമൗണ്ട് കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം. അതായത് 40,000 ഇൻറ്റു 1 + 10/100 ഹോൾ റേസ് ടു 2 ഇങ്ങനെ കണ്ടുപിടിച്ച് ഇതിനെ കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഈ ഫോർമുല മറന്നുപോയവർക്കോ അല്ലെങ്കിൽ ഇത്രയും സ്ക്വയർ ഒക്കെ എടുത്ത് LCM ഒക്കെ കണ്ട് ചെയ്യാൻ അറിയാമല്ലാത്തവർക്കും വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു എളുപ്പ വഴി നോക്കാം. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? 40,000 രൂപയുടെ 10%, അതായത് 4,000 രൂപ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ എന്തായി? ഈ 4,000 + 40,000, അതായത് 44,000 രൂപ. സെക്കൻഡ് ഇയർ ഞാൻ എപ്പോഴും പറഞ്ഞു കൂട്ടുപലിശ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഫസ്റ്റ് ഇയറിന്റെ പലിശയും ആദ്യത്തെ വർഷത്തിന്റെ പലിശയും അതുപോലെ നമ്മളുടെ മുടക്ക് മുതലും കൂടെ ചേർന്ന് വരും. അതിനുള്ള പലിശയാണ് നമുക്ക് കിട്ടുന്നത്, അതായത് 44,000 രൂപ. 44,000 രൂപയുടെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 4,400 രൂപ. 4,400 രൂപ. ഇത് രണ്ടും കൂടെ അപ്പൊ നമുക്ക് മൊത്തം 2 വർഷത്തേക്ക് കിട്ടാൻ പോകുന്ന പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 4,000 + 4,400, അതായത് 8,400. ഇനി മൊത്തം തുക 2 വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഈ പലിശയായ 8,400 കിട്ടും. പോരാതെ നമ്മൾ ഇട്ട 40,000 കിട്ടും. നമ്മുടെ പ്രിൻസിപ്പിളും കിട്ടും, നമ്മുടെ പലിശയും കിട്ടും. അതായത് 40,000 + 8,400, അതായത് 48,400 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് ഇതിനെ ചെയ്യാം. ഫോർമുല മറന്നുപോയവർക്കും സ്ക്വയറും LCM ഒക്കെ എടുത്ത് കണക്ക് കൂട്ടി ചെയ്യാൻ അറിയാൻ മേലാത്തവർക്കും പെട്ടെന്ന് സമയം ലാഭിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് 48,400 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 20,000 രൂപ 20% വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ 1 വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത്? ഇപ്പൊ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണ്? അർദ്ധവാർഷികം. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി, അതായത് 1 വർഷത്തിന്റെ പകുതി. 20,000 രൂപ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് എത്രയാണ്? 20,000 rupees ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 20%. ഇവിടെ കണക്കാക്കുന്നത് 6 monthsലാണ്. ഓക്കെ, അർദ്ധവാർഷികം അഥവാ ഹാഫ് ഇയർലി കണക്കാക്കിയാൽ 1 വർഷത്തേക്ക് കിട്ടുന്ന 1 ഇയറിന്റെ
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ഒരു വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 6 മാസം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് 6 മന്ത്സിലേക്ക് 20,000 20%. അപ്പോൾ 20,000 10% എത്രയാണ്? 2,000 ആണ്. അപ്പോൾ 20,000 20% എത്രയായിരിക്കും? അപ്പോൾ 10% എന്ന് പറയുന്നത് 2,000 ആണ്. അപ്പോൾ 20% എന്ന് പറയുന്നത് 4,000. അപ്പോൾ ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ 4,000 രൂപ പലിശ കിട്ടി. അതായത് ഞാൻ എന്തുകൊണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ എന്ന് പറയാൻ കാരണം, 6 മാസം കഴിയുമ്പോൾ തന്നെ പലിശ അതിലേക്ക് കൂട്ടാൻ കാരണം എന്താ, ഇവിടെ പറഞ്ഞത് വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ അതുകൊണ്ടാണ് ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ പലിശ കൂട്ടിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 20,000 രൂപയ്ക്ക് 20% എന്ന് പറഞ്ഞാൽ 4,000 രൂപ. ഈ 4,000 നമുക്ക് ഒരു വർഷത്തേക്കാണ് കിട്ടുന്നത്. അതായത് 6 മാസത്തേക്കാകുമ്പോൾ ഈ 4,000 അല്ലല്ലോ. അപ്പം ഇപ്പം നമ്മൾ 20% നമ്മുടെ പലിശ നിരക്കെങ്കിൽ നമ്മൾ 6 മാസത്തേക്ക് കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10% എടുക്കാവൂ. അല്ലെങ്കിൽ കിട്ടുന്ന പലിശ പകുതിയാക്കണം. എങ്ങനെ? അപ്പോൾ ഇത് കിട്ടുന്ന 4,000 പകുതിയാക്കുകയാണെങ്കിൽ 2,000, അഥവാ 20%-ന്റെ 10% എന്ന് പറഞ്ഞാലും എത്രയാണ്? 2,000. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,000 രൂപ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിനോട് അഥവാ മുടക്ക് മുതൽ എന്തായി 6 മാസം കഴിയുമ്പോൾ? 20,000 + 2,000 22,000 രൂപയായി. ഈ 22,000 രൂപ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? 10% പലിശ നിരക്ക് കിട്ടുന്നു. അതായത് 10% എന്ന് പറഞ്ഞാൽ എത്രയായി? 2,200 രൂപയായി. അപ്പോൾ ആദ്യത്തെ 6 മാസം 2,000, രണ്ടാമത്തെ 6 മാസം 2,200. അപ്പോൾ മൊത്തം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കൂട്ടുപലിശ എന്ന് പറയുന്നത് 2,000 + 2,200. അതായത് 4,200 രൂപ നമുക്ക് കൂട്ടുപലിശ കിട്ടി. അപ്പൊ എങ്ങനെയാണ് കിട്ടിയത്? അർദ്ധവാർഷികം. പലിശ നിരക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? പലിശ നിരക്ക് തന്നിരിക്കുന്നത് വാർഷികമായിട്ടാണ്. പക്ഷെ പലിശ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അർദ്ധവാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുന്നത്. അപ്പോൾ വാർഷികമായി പലിശ തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പകുതി, 6 മാസത്തേക്കാകുമ്പോൾ അതിന്റെ പകുതിയായ 10% എടുക്കുന്നത്. അല്ലെങ്കിൽ കിട്ടുന്ന പലിശ ÷ 2 ചെയ്തത്. ഇനി അത് പലിശ കണക്കാക്കുന്നത് അർദ്ധവാർഷികമായതുകൊണ്ടാണ് ആ പലിശ നമ്മൾ എന്ത് ചെയ്തത്? ആദ്യത്തെ 6 മാസത്തേക്കുള്ള പലിശ എടുത്തിട്ട് അത് പ്രിൻസിപ്പളിനോട് കൂട്ടി എന്നിട്ട് രണ്ടാമത്തെ 6 മാസത്തേക്കുള്ളത് കാൽക്കുലേറ്റ് ചെയ്തത്. ഒന്നുകൂടെ പറയാം, 20,000 രൂപ, അത് 20% വാർഷിക പലിശ നിരക്ക്. എന്നിട്ട് ആ പലിശ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അർദ്ധവാർഷികമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 6 മാസത്തേക്ക് എന്ന് പറയുന്നത് 20/2 10%. അപ്പോൾ 20,000 രൂപയുടെ 10% 2,000. രണ്ടാമത്തെ 6 മാസം വരുമ്പോൾ 22,000 വരും. 22,000 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 2,200. മൊത്തം പലിശ എന്ന് പറയുന്നത് 2,000 + 2,200, അതായത് 4,200. ഇനി ഇത് ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എങ്ങനെയായിരിക്കും വരിക? നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി അല്ലേ? അപ്പോൾ CI = A - P. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രിൻസിപ്പിൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ എമൗണ്ട് വേണമല്ലോ. എമൗണ്ടിന് എന്ത് ചെയ്യും? A = 1 + P × 1 + R/100 raised to 2n. ഈ R എന്ന് പറയുന്നത് R/2 ആവും. R/2 ആവാൻ കാരണം എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 മാസത്തേക്കാണ്, അതുകൊണ്ട് R/2 ആവും. കാരണം എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് പലിശ നിരക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? വാർഷികമായിട്ടാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പലിശ കണക്കാക്കുന്നത് അർദ്ധവാർഷികമായിട്ടാണ്. അതുകൊണ്ട് R എന്നുള്ളത് R/2 ആവും, N എന്നുള്ളത് 2n ആവും. അതെന്താണ്? R എന്നുള്ളത് R/2 ആവും, N എന്നുള്ളത് 2n ആവും. കാരണം എന്താണ്? നമ്മളിവിടെ ചെയ്ത പോലത്തെ തന്നെ കൺസെപ്റ്റാണ് ഈ ഫോർമുലയിലും വരുന്നത്. അർദ്ധവാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുന്നത്. അതുകൊണ്ട് N എന്ന് പറയുന്നത് 2 പ്രാവശ്യം പലിശ കിട്ടുന്നുണ്ട്. ആദ്യത്തെ 6 മാസം കിട്ടുന്നു, പിന്നത്തെ 6 മാസം കിട്ടുന്നു. അതുകൊണ്ട് N എന്ന് പറയുന്നത് എന്താവും? 2n ആവും. അതുപോലെ പലിശ നിരക്ക് എന്ന് പറയുന്നത് വാർഷിക പലിശ നിരക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 6 മാസത്തെയാണ്. അപ്പോൾ R എന്ന് പറയുന്നത് R/2 ആവും. അപ്പോൾ അങ്ങനെ ഫോർമുലയിൽ എന്നിട്ട് ബാക്കി വാല്യൂസ് ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഈ വഴിയിലും കണ്ടുപിടിക്കാവുന്നതാണ്. 10,000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത്? അപ്പോൾ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ്. 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് = P × 1 + R/100
100 ഹോൾ റേസ് ടു n. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. 10,000 രൂപയാണ് ഇൻറ്റു 1 പ്ലസ് 10/100 എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ്. ഇത് വലിയ ബുദ്ധിമുട്ടില്ല. 10,000-ഉം 10-ഉം എന്നൊക്കെ ഉള്ള ഫിഗേഴ്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇത് ചെയ്തെടുക്കാം. അല്ല, ഇത് ഫോർമുല അറിയാത്തവർക്കാണെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 3 വർഷം കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ എളുപ്പ വഴിയിൽ ചെയ്യാൻ നോക്കിയാലും അത്യാവശ്യം ചെയ്യാനുണ്ട്. കാരണം വർഷങ്ങളുടെ എണ്ണം കൂടുന്തോറും ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം, ചെയ്യണം. വർഷങ്ങളുടെ എണ്ണം കൂടുന്തോറും എന്താണ് നല്ലത്? ഫോർമുല ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ച് കണക്ക് കൂട്ടാനുണ്ടെങ്കിലും ഒരുപാട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വർഷങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്, 3 വർഷത്തെ വേണം. പക്ഷെ 10,000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 രൂപ. ആദ്യത്തെ വർഷം 1000 രൂപ പലിശ കിട്ടി. രണ്ടാമത്തെ വർഷം നമ്മുടെ പ്രിൻസിപ്പൾ എന്തായി? 11,000 രൂപയായി. അപ്പോൾ രണ്ടാമത്തെ വർഷം പലിശ എത്രയാണ്? 1,100 രൂപ. 1,100 രൂപ. മൂന്നാമത്തെ വർഷവും 11,000 ഈ 1,100 കൂടെ കൂടും അല്ലേ? അപ്പൊ എത്രയായി? 12,100. അതിന്റെ പലിശ എത്രയാണ്? 1,210. അപ്പോൾ 3 പലിശയും കൂടെ കൂട്ടണം. 3 പലിശയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 1000, 2000, 3000, 3,210, 3,310. 3,310. ഇങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് ഇയറിലെ 10% 1000, സെക്കൻഡ് ഇയറിൽ അതെന്തായി? 10 എന്നുള്ളത് 11 ആയി. ആ പലിശയും കൂടെ കൂട്ടിയപ്പോൾ 11 ആയി. 11ന്റെ 10% 1,200. തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഈ 11 എൻ്റെ കൂടെ ഈ 1,200 കൂടെ കൂടും. അതായത് 12,100 ആവും. അതിന്റെ 10% എന്ന് പറയുന്നത് 1,210. 3 കൂടെ കൂട്ടുമ്പോൾ 3,310. ഫോർമുല വെച്ച് ചെയ്യണം, കണക്കൂട്ടി ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ബാക്കിത്തെ ചെയ്തും കണ്ടുപിടിക്കാം. അങ്ങനെ 2 രീതിയിലും കണ്ടുപിടിക്കാം. 25,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 25,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് 10% പലിശ നിരക്കിലാണ്. ഓക്കെ, ഇതിൻ്റെ സാധാരണ പലിശ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 2 രീതി ചെയ്യാം. നമ്മൾ ആദ്യം ഈ 25,000 രൂപയുടെ 10% സാധാരണ പലിശ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? PNR/100. 25,000 ഇതിപ്പോൾ 2 വർഷത്തേക്കാണ്. 25,000 × 2 × 10/100. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒരു വർഷത്തേക്ക് നമുക്ക് എത്രയാ? 10% എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ? 2,500 കിട്ടുന്നു. 2 വർഷത്തേക്കാവുമ്പോൾ അത് 5,000. അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. 5,000 ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഒരു വർഷത്തേക്ക് 25,000 രൂപയുടെ 10% എന്ന് പറയുന്നത് 2,500 പ്ലസ് രണ്ടാമത്തെ വർഷവും 2,500 കിട്ടുന്നു. അങ്ങനെ 5,000 രൂപ കിട്ടുന്നു. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ രണ്ടിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. 2 രീതിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഫോർമുല ഉപയോഗിച്ചും സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. അല്ലാതെ 25,000 രൂപയുടെ 10% 2,500. ആദ്യത്തെ വർഷം 2,500, രണ്ടാമത്തെ വർഷം 2,500. അങ്ങനെയാണെങ്കിൽ 5,000. 2 ഉപയോഗിച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി കൂട്ടുപലിശ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന വഴി വെച്ചാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം എങ്ങനെയാണ്? 5,000 ആണ് അല്ലേ? 25,000 രൂപയുടെ ആദ്യത്തെ വർഷം 25,000 രൂപയുടെ 10% എത്രയാണ്? 2,500 രൂപ. സെക്കൻഡ് ഇയർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 25,000 രൂപയും പ്ലസ് ഈ 2,500 രൂപയും 27,500. ഇതിൻ്റെ 10%. ഇതിൻ്റെ 10% എത്രയാണ്? 2,750. അതാണ് സെക്കൻഡ് ഇയർ വരുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരും? 2,500ഉം 2,750.
5250. 5250 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റും കിട്ടി, 5250 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കിട്ടി. ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യണമെങ്കിൽ CI is equal to A minus P, where A is equal to P into 1 plus R by 100 whole raised to n എന്ന് പറഞ്ഞ ഫോർമുല ഇട്ടിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. വളരെ എളുപ്പത്തിൽ നമുക്ക് 5250 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. ഇനി ഇത് മാത്രം കണ്ടാൽ പോരാ, ഇതിൽ ഉത്തരമായില്ല. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം എത്രയാണ് വ്യത്യാസം? ഡിഫറൻസ് 5250 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, 5000 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, 250 ആണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അതായത് ഓപ്ഷൻ എ 250 ആണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. എ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് 25000 ഇൻറ്റു P ഇൻറ്റു 1 പ്ലസ് R എത്രയാണ്? 10/100 ഹോൾ റേസ് ടു 2. ഇത് ചെയ്യേണ്ടവർക്കും ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എന്താണ്? 25000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആദ്യം സാധാരണ പലിശ കണ്ടുപിടിച്ചു, അത് നമുക്ക് 5000 ആണെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടുപലിശ കണ്ടുപിടിച്ചു. രണ്ടിനും 2 മാർഗമുണ്ട്, ഫോർമുല വെച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാൻ അല്ലാതെ ചെയ്ത് അത് 5250 ആണെന്ന് കണ്ടുപിടിച്ചു. തമ്മിലുള്ള വ്യത്യാസം 5250 മൈനസ് 5000, അതായത് 250, ഓപ്ഷൻ എ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 420 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ എന്ന് പറയുന്നത് 400 രൂപയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഥവാ കൂട്ടുപലിശ എന്ന് പറയുന്നത് 420 രൂപയാണ്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യം വന്നിട്ട് നമ്മുടെ അടുത്ത് പലിശ നിരക്ക് ചോദിച്ചാൽ നമുക്കൊരു ഫോർമുലയുണ്ട്. എന്താണ് ആ ഫോർമുല? ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ഡിഫറൻസ് കണ്ടുപിടിച്ച് എഴുതുക, ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പകുതി ഇൻറ്റു 100. അപ്പം നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ചെയ്യാം. ഇത് 420 മൈനസ് 400 ബൈ 400ന്റെ പകുതി, അതായത് 1/2 ഓഫ് 400 ആണ്, അതായത് 200 ആണ്, ഇൻറ്റു 100. അപ്പോൾ 20/200 ഇൻറ്റു 100. 10%. അതായത് ഓപ്ഷൻ സി 10% ഇതിൻ്റെ ഉത്തരം. ഒന്നുകൂടെ പറയാം, നമുക്ക് 2 സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നാൽ പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു ഫോർമുലയുണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ 2 ഇൻറ്റു 100. അപ്പോൾ 420 മൈനസ് 400 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 400, അതായത് 20/200 വിച്ച് ഇസ് ഈക്വൽ ടു 10%. ഇന്ന് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ മറ്റൊരു ചോദ്യം നോക്കാം. ഈ ചോദ്യം എന്താ വെച്ചാൽ 5000 രൂപ 10% വാർഷിക കൂട്ടുപലിശ ലഭിക്കുന്ന ഒരു ബാങ്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാലാണ് 6655 രൂപയാകും? അപ്പോൾ ഒന്നുകൂടെ പറയാം, 5000 രൂപയുണ്ട്, അത് 10 വർഷം പലിശ കിട്ടുന്ന ഒരു ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. അത് എത്ര വർഷം കഴിഞ്ഞാൽ 6655 രൂപയോ? ഇപ്പം ഇത് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ A is equal to P ഇൻറ്റു 1 പ്ലസ് R by 100 ഹോൾ റേസ് ടു N. അങ്ങനെയാണെങ്കിൽ 6655 ഈക്വൽ ടു P 5000 ഇൻറ്റു 1 പ്ലസ് 10/100 ഹോൾ റേസ് ടു N. അതായത് 5000 ഇൻറ്റു 11/10 ഹോൾ റേസ് ടു N. അതായത് 6655 ബൈ 5000 ഈക്വൽ ടു 11/10 ഹോൾ റേസ് ടു N. ഈ 6655 ബൈ 5000 നമുക്ക് 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 5 കൊണ്ട് വെട്ടിയാൽ 1, 16 3, പിന്നെ 1, 15 3,
പിന്നെ ഇതിൽ 1. അപ്പോൾ 1331. 1331 എന്ന് പറയുന്നത് അടിയിൽ 1 വരും. അടിയിൽ എത്രയാണ്? അപ്പോൾ 1000. 1331/1000. 1331/1000 ഈക്വൽ ടു 11/10 ഹോൾ റേസ് ടു n. 1333 ഡിവൈഡഡ് ബൈ 1000 നമുക്ക് എങ്ങനെ എഴുതാം? 11/10 ഹോൾ റേസ് ടു 3 ഈക്വൽ ടു 11/10 ഹോൾ റേസ് ടു n. അതായത് n ഇസ് ഈക്വൽ ടു 3. അപ്പം ഇത്രയും സ്റ്റെപ്പ് ചെയ്താലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ n ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് കിട്ടുക. അതായത് ഇതിനെ ഇട്ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതിന് ക്യൂബ് അറിയണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം, ഇതിന് റെസിപ്രോക്കൽ എടുക്കാൻ അറിയണം, LCM അറിയണം. അതുകൂടാതെ എക്സ്പോണൻസിൻ്റെ പവർ ലൈക്ക് ബേസ് സെയിം ആയി കഴിഞ്ഞാൽ അതിൻ്റെ പവറിന് ഇക്വേറ്റ് ചെയ്യാമെന്ന് അറിയണം. ഇത്രയെല്ലാം അറിയണം. ഇനി ഇതല്ലാതെ നമുക്കിതിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നോക്കാം. നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ A 4, ഓപ്ഷൻ B 2, ഓപ്ഷൻ C 3, ഓപ്ഷൻ 1, D എന്ന് പറയുന്നത് 1. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കുക. 5000 രൂപയ്ക്ക് 10% പലിശ. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10% പലിശയായിട്ട് എത്ര വർഷം നിക്ഷേപിച്ചാലാണ് 6655 രൂപയാവുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 5000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 രൂപയാണ്. 500 രൂപ വെച്ച് 4 വർഷമാണ് നിക്ഷേപിക്കണമെങ്കിൽ എത്രയാവും? 5000 500 × 4 എത്രയാണ്? 2000. അപ്പോൾ 7000 രൂപയാവും. അപ്പോൾ അത് 6655 അല്ല. അപ്പോൾ ഓപ്ഷൻ A അല്ല. ഓപ്ഷൻ B ആണെങ്കിലോ നമ്മൾക്ക് എത്ര വരും? 500 രൂപ ഫസ്റ്റ് ഇയറിൽ കിട്ടും. പിന്നെ രണ്ടാമത്തെ വർഷമോ 550 രൂപ വരും. അപ്പോൾ എത്രയായി? 1050. അതും 6655 അല്ല. അപ്പോൾ ഓപ്ഷൻ ബിയുമല്ല. ഇനി ഓപ്ഷൻ സി ആണെങ്കിലോ ആദ്യത്തെ വർഷം 500, രണ്ടാമത്തെ വർഷം 550, മൂന്നാമത്തെ വർഷമോ ഈ 550ൻ്റെയും 500ൻ്റെയും അതായത് 1050ൻ്റെയും പ്ലസ് നമ്മുടെ പ്രിൻസിപ്പൽ 5000 അതായത് 6050ൻ്റെ പലിശ വരും. അതായത് 605. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? 605 പ്ലസ് 5000 പ്ലസ് 550 പ്ലസ് 500 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? അത് 6655 അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. അങ്ങനെ നമുക്കൊരു ട്രയൽ ആൻഡ് എറർ, അതായത് ഓപ്ഷനിൽ നിന്നും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ശരിയാവും. ഇവിടെ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ വരെ പോകേണ്ടി വന്നു. ഇത് നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ആദ്യത്തെ ഓപ്ഷൻ അല്ല. അതായത് ഈ വാല്യൂവിനെ ശ്രദ്ധിച്ച് നോക്കുക. 6655 നമുക്കറിയാം 500 വെച്ചാണ് കൂടുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും അതൊരു ചില്ലറയായിട്ടേ കൂടുന്നുള്ളൂ. കാരണം 5000 എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാണ്. അപ്പോൾ 500 വെച്ചാൽ കൂടുന്നത്. അപ്പോൾ എന്തായാലും 4 വരില്ല. കാരണം എന്താ? ഇവിടെ 1655 രൂപയുള്ളൂ. പ്രിൻസിപ്പിൾ കൂടാതെ വന്നിരിക്കുന്നത് 1655 രൂപയുള്ളൂ. അപ്പോൾ എന്തായാലും 4 എന്തായാലും വരില്ല. കാരണം എന്താ? അത് 2000-ന് മേലെ ആയിരിക്കും. പിന്നെ എന്താണ് വന്നിരിക്കുന്നത്? എത്രയാണ്? 1500നും കുറച്ചും കൂടെ വലിയ സംഖ്യ. അതായത് ഒരു 3നോട് അടുപ്പിച്ച വാല്യൂ ആണെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്ത് മനസ്സിലാവും? 3 വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് 6655 വരും. അപ്പോൾ 3 ആൻസർ. അല്ലെങ്കിൽ പിന്നെ ഈ ഹോൾ ഇക്വേഷൻ അറിയണം, ഈ സ്റ്റെപ്പ് മുഴുവനും അറിയണം, എന്നിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. താങ്ക് യു. ഇനി നമുക്ക് അവസാനത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനു 5000 രൂപ 20% നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 1 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ തിരികെ ലഭിക്കും?